തുടരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായിരുന്നു? വിവാഹത്തിന് പിന്നിൽ ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വിവാദം വീണ്ടും ഉയർന്നു വരികയാണ്. അതിനിടെ മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ അന്വേഷണ സംഘം കൊച്ചിയിൽ മൊഴിയെടുക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെയും അതോടൊപ്പം ഭർത്താവ് ഫർമാൻ ഖാന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുക. ഭർത്താവിനെതിരായ കുറ്റം നിലനിൽക്കില്ലെന്ന് വാദവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട്. ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ നടന്നിട്ടില്ല. പരാതി നൽകിയ പ്രഥം ദുബായ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും രാഹുൽ ഈശ്വർ പരാതി നൽകിയിട്ടുണ്ട്. മൊണാലിസയുടെ അനുജന്റെ ജനനത്തീയതി കാണിച്ചാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. 2008 ജനുവരി 1 മൊണാലിസ ജനിച്ചതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. മൊണാലിസ ഫർമാൻ ഖാൻ കല്യാണം ഒരു സോക്കോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. മോണോലിസയോ ഫർമാൻ ഖാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. മൊണാലിസയ്ക്ക് 16 വയസ്സാണെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ അവകാശവാദം. ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ശ്രീ ഗണപതുമായി വിശദമായി സംസാരിക്കുകയും മൊണാലിസ ഫർമാൻ എന്നിവരുടെ വിഷയത്തിലെ സത്യം ചൂണ്ടിക്കാട്ടുകയും മൊണാലിസയ്ക്ക് 18 വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഫർമാൻ എങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആധാർ കാർഡ് എടുത്തത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക? കൃത്യമാണ്. ഈ കുട്ടി ജനിച്ചത് 2008 ജനുവരി 1